എല്ലാവർക്കും നമസ്കാരം. രത്നം വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പാവയ്ക്ക പച്ചടിയാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് കാണാം. അതിനായിട്ട് ഞാൻ 2 പാവയ്ക്ക ഇവിടെ കഴുകി ബ്രഷ് ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളത്തിൽ ഞാൻ താഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു. കാരണം ഇതിനകത്തെ കീടങ്ങളും അഴുക്കുകളും ഒക്കെ പോകാൻ വേണ്ടി ഇങ്ങനെ ഞാൻ ചെയ്യും. സാധാരണ വെജിറ്റബിളെല്ലാം ഞാനിങ്ങനെ ചെയ്യും. അപ്പോൾ നമ്മുടെ കല്ലിൻ്റെ കുഴവിയാണ്, ഇത് താഴ്ന്നിരിക്കാൻ വേണ്ടി താഴ്ത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് എടുത്ത് റണ്ണിങ് വാട്ടറിൽ, അതായത് ഒഴുക്ക് വെള്ളത്തിൽ, പൈപ്പ് വെള്ളത്തിൽ, ഇങ്ങനെ ഒഴുകി പോകുന്ന വെള്ളത്തിലിങ്ങനെ കാണിച്ചു കൊടുത്ത് നമുക്ക് കഴുകാം. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴുകി വീഴുന്ന വെള്ളം പിന്നെ ഇതിനകത്ത് വീഴത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ കഴുകി ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിയും ഈ ഒരെണ്ണമേ എടുക്കുന്നുള്ളൂ. പച്ചമുളകും കൂടെ ചേർത്താണ് ഞാനിങ്ങനെ കഴുകി വെച്ചത്. ഈ ഒരെണ്ണമേ ഞാൻ എടുക്കുന്നുള്ളൂ. അത് മതി, നമുക്കിവിടെ 2-3 പേരെല്ലാം ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഞാൻ ഒരു 200 ഗ്രാം കണക്കാക്കിയുള്ള തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനായിട്ട് ഈ ഒരു എണ്ണം മതി. അപ്പോൾ ഇത് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലകത്തെ കുരുവും അതിൻ്റെ പൾപ്പും എല്ലാം എടുത്ത് നമുക്ക് നീക്കം ചെയ്തതിന് ശേഷം ഈ ഒരു പീസ് 2ആയിട്ട് കട്ട് ചെയ്ത്, നമ്മൾ സാധാരണ തോരനും മെഴുക്ക് പുരട്ടിക്ക് നമ്മൾ വട്ടത്തിലാണല്ലോ അരിയുന്നത്. അപ്പം ഇത് 4ആയിട്ട് കീറിയിട്ട് ഇങ്ങനെ ഇതേ രീതിയിൽ ചെറിയ ചെറിയ കനം കുറച്ച്, അതായത് സ്ലൈസ് ചെയ്ത് നമ്മളെല്ലാം ഇതേ രീതിയിൽ അരിഞ്ഞെടുക്കുന്നു. ഈ 2 കഷ്ണവും ഇതുപോലെ 2ആയിട്ട് കഷ്ണിച്ച് ഇതേ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം എല്ലാം നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് 3 എരിവുള്ള പച്ചമുളക് അത് നമ്മൾ വട്ടത്തിൽ ചെറുതായിട്ട് അരിയേണ്ടതായിരുന്നു. പക്ഷേ എനിക്കത് പറ്റിയില്ല. ഞാനിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വലിയതായിട്ടാണ് കട്ടിച്ച് വെച്ചിരിക്കുന്ന. കുഴപ്പമില്ല, അങ്ങനെ ആയാലും കുഴപ്പമില്ല. നമ്മൾ പാവയ്ക്ക എന്ന് പറയുമ്പോൾ കയ്പുള്ള വസ്തുവാണല്ലോ. പാവയ്ക്ക അതിൻ്റെ ടേസ്റ്റ് തന്നെ കയ്പ്പാണ്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് ഞാൻ ഇതൊന്ന് കൂട്ടി യോജിപ്പിച്ച് ഇളക്കി വെക്കുന്നുണ്ട്. നമുക്ക് അരമണിക്കൂറെങ്കിലും വെക്കാം. പക്ഷേ ഞാനിതിപ്പോൾ 15 മിനിറ്റേ വെക്കുന്നുള്ളൂ. കാരണം നമുക്ക് പെട്ടെന്ന് കറി തയ്യാറാക്കാമല്ലോ. അതിനുവേണ്ടി ഞാൻ 15 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഇൻഡാലിയത്തിൻ്റെ ചീനിച്ചട്ടിയാണ്, മൺചട്ടി ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനോട് ഇത് മതി, എണ്ണ കൂടുതൽ കുടിക്കും അതാകുമ്പോൾ. അപ്പോൾ ചീനിച്ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക നമുക്കങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ വെള്ളവും കൂടെ ചേർത്താണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ആദ്യമായിട്ട് ഇത് കാണുന്നവർ ആദ്യം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും നന്ദിയുണ്ട്. അപ്പോൾ ആദ്യം എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്ത് എന്നെ സഹായിക്കണം. അപ്പോൾ നമ്മുടെ ഈ എണ്ണയ്ക്കകത്ത് നമ്മൾ വെള്ളവും പാവയ്ക്ക അരിഞ്ഞു വെച്ചതും കൂടാണ് നമ്മളിട്ടത്. അപ്പോൾ ഈ വെള്ളം കളഞ്ഞാൽ അതിൻ്റെ ഗുണം അങ്ങ് പോകും. അപ്പം വെള്ളത്തിനാണ് ഗുണം, അതിൻ്റെ ഗുണമാണത്. അതുകൊണ്ട് ഞാൻ വെള്ളം കളയാതെ, അപ്പോൾ നമ്മുടെ ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് അതങ്ങ് വെന്ത് പറ്റിക്കോളും ആ വെള്ളം. അപ്പോൾ അതേ രീതിയിൽ നമ്മുടെ വെള്ളം എല്ലാം പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇതേ രീതിയിൽ ഇളക്കി അതിൻ്റെ ക്രിസ്പി ആവണ്ട. നമ്മൾ 2 ദിവസമൊക്കെ വെച്ചിരുന്ന് കൂട്ടാം. 2 ദിവസം കൂടുതലും വെച്ചൊക്കെ അപ്പോൾ ക്രിസ്പി ആവണ്ട. നല്ലപോലെ മൂത്ത് വരണം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അത് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ആ എണ്ണയ്ക്കകത്ത് വേവിക്കാം. അതിന് അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഞാൻ 1 മുറി തേങ്ങയുടെ 1/4 ഭാഗം ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3-4 ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കാനായിട്ട് ഒരു നുള്ള് ജീരകവും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ചെടുക്കും. നല്ല ഫൈൻ അരച്ചെടുത്തതിന് അപ്പം അരച്ച് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മളിതിലേക്കൊരു 1/4 സ്പൂൺ കടുവും കൂടെ ചേർത്ത് കൊടുക്കുക. അരച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചേർത്താൽ മതി. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് അരിഞ്ഞ് പോയിക്കോളും. അല്ലെങ്കിൽ നമ്മളിത് കല്ലിൽ വെച്ച് ചതച്ചെടുത്ത് അല്ലെങ്കിൽ ചേർക്കുക. ഇതിപ്പോൾ ഞാനിത് അരഞ്ഞ് 1/4 അരഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അതിനകത്തൊന്നും ചേർക്കത്തേ ഉള്ളൂ. അപ്പം നമ്മൾ കടുവ് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി 2 ക്രഷും കൂടെ ചെയ്ത് കഴിയുമ്പോൾ അതങ്ങ് പൊട്ടി അതിനകത്തങ്ങ് ചേർന്നോളും. അപ്പോൾ നമ്മുടെ പാവയ്ക്ക ഇതേ രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് കരിഞ്ഞു പോവണ്ട, നമ്മൾ മൂത്ത് വെന്താൽ മതി. അപ്പോൾ അതിലകത്തേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഈ പാവയ്ക്ക മൂത്ത് വെന്തിട്ടുണ്ട്, അത്രേ വേഗമുള്ളൂ. നമ്മൾ അല്ല കരിയായിട്ടെടുത്ത് പൊടിച്ചൊന്നും ചേർക്കേണ്ട കാര്യമില്ല പച്ചടി എന്ന് പറയുമ്പോൾ ഇതേ രീതിയിലാണ് ഈ പാവയ്ക്ക മൂപ്പിച്ചെടുക്കേണ്ടത്. നന്നായിട്ട് മൂത്ത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ അരപ്പ് ചേർത്തിട്ട് ഞാൻ തുള്ളി വെള്ളവും കൂടെ ഒഴിച്ചു. അപ്പോൾ നമ്മൾ വെള്ളം അധികം പാടില്ല.
അപ്പം വെള്ളം നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ തേങ്ങാ വെള്ളം നമ്മൾ തേങ്ങ അരച്ചത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇളക്കാതിരുന്നാൽ അതങ്ങ് പിരിഞ്ഞു പോകുമെന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഇളക്കി ആ വെള്ളം കുറച്ചൊക്കെ ഒന്ന് പറ്റിക്കണം. കുറച്ച് വെള്ളം പറ്റിച്ച് എടുക്കണം. നമ്മൾ സദ്യ സ്പെഷ്യൽ പാവയ്ക്ക അച്ചാറാണിത്. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. നമ്മൾ പാവയ്ക്കകത്താണല്ലോ ഉപ്പിട്ടത്. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള 1/4 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഇളക്കി ആ വെള്ളം ഒന്ന് തോർത്തിയതിന് ശേഷം നമുക്ക് തപ്പിപ്പൊത്തി ഇതേ രീതിയിലേ ആകാവുള്ളൂ. അത് കൂടുതൽ അങ്ങ് വെള്ളവും ആവരുത്. വെള്ളമായാൽ അങ്ങ് ഒഴുകിപ്പോകും. നമുക്ക് കഴിക്കാനൊരു ടേസ്റ്റും ഒരു സുഖം കാണത്തില്ല. ഇപ്പം തന്നെ നല്ല മണവും ഞാനിപ്പോൾ കഴിച്ചപ്പോൾ തന്നെ നല്ല ടേസ്റ്റുണ്ട്. ഉപ്പ് നോക്കിയപ്പം കയ്പുമൊക്കെ കുറവുണ്ട്. അപ്പം നമുക്കിതിനെ ഇറക്കി വെക്കാം. നമ്മുടെ പാവയ്ക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഞാനൊരു 200 ഗ്രാം കണക്കാക്കിയുള്ള തൈരാണ്. അത് ഞാൻ മിക്സിക്കകത്തിട്ട് അടിച്ചിട്ടില്ല. ഞാൻ സ്പൂൺ കൊണ്ട് തന്നെ ഉടച്ച് അങ്ങോട്ട് ചേർത്തിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് ലൂസായിട്ട് വെള്ളം ഈ മോഡൽ അങ്ങ് മാറും. അതുകൊണ്ട് നമ്മളിനി അധികം വെള്ളം ചേർക്കണ്ട. അപ്പം നമ്മൾ തൈര് ചേർക്കുമ്പോൾ മുമ്പേ നമ്മൾ പച്ചടി അടുപ്പിൽ നിന്നും ഇറക്കി വെക്കണം. അടുപ്പിൽ ഇറക്കി വെച്ച് ഇത് തീ കൊള്ളിച്ചാൽ ഇതിൻ്റെ ഗുണവും പോകും. ഇതിൻ്റെ തൈര് മോഡലും അങ്ങ് മാറിയിട്ട് പിന്നെ ഇത് കൊന്തും വെള്ളവും പോലെ ആവും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ഇറക്കി വെച്ചതിന് ശേഷമേ നമ്മൾ തൈര് ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൂട്ടി യോജിപ്പിക്കാൻ പാടുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്, കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്തിട്ട് കടുക് താളിച്ചിടുക വേണ്ടത്. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് 1/2 സ്പൂൺ കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ പതിവ് പോലെ നമ്മൾ വറ്റൽമുളക്, അതായത് ഉണക്കമുളകല്ല, ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്ത് നല്ല ക്രിസ്പി ആയിട്ടത് മൂക്കണം, നന്നായിട്ട് മൂക്കണം, അല്ലെങ്കിൽ മാത്രമേ അതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാനിത് ഡബ്ബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ അമ്പലത്തിൽ ഉത്സവമാണ്, അതുകൊണ്ട് അവിടുത്തെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ ഇതിപ്പോൾ സൗണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോറി, ഡബ്ബെന്ന് ഞാനങ്ങ് ഓർക്കാതെ പറഞ്ഞു, സൗണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങും ഇഞ്ഞുമൊക്കെ വിട്ടുവിട്ടൊക്കെ പോയി സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂക്കണം, നല്ല ക്രിസ്പി ആവണം. അതിന് ശേഷം നമ്മൾ മുളക് ഇട്ട് കൊടുക്കാവുള്ളൂ, വറ്റൽമുളക്, അല്ലെങ്കിൽ ഉള്ളി മൂക്കാതെ കിടക്കും. അപ്പോൾ വറ്റൽമുളകും നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ഹൈലൈറ്റും ടേസ്റ്റും എന്ന് പറഞ്ഞാൽ ഈ കടുക് താളിപ്പിലാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഉള്ളിയും വറ്റൽമുളകും എല്ലാം മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് രാവിലെ എടുത്ത് വെച്ച കറിവേപ്പിലയാണ്, അങ്ങ് വാടിപ്പോയി, ചൂടിൻ്റെ കാഠിന്യമാണ്. അപ്പോൾ കറിവേപ്പില ഇട്ടു. കറിവേപ്പില ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്കിത് ഇറക്കി നമ്മുടെ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചടിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. മുകളിലോട്ട് തൂവി കൊടുക്കാം. തൂവിയിട്ട് നമ്മൾ എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്യിച്ചിട്ട് നമുക്ക് കൂട്ടി ഇളക്കാം. ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. നമുക്കധികം കയ്പൊന്നും തോന്നുന്നില്ല, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. കയ്പില്ലാത്ത രീതിയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്. ചെയ്തു നോക്കണം. ഇതേ രീതിയിൽ ചെയ്തു നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലായി. എല്ലാവരും ചെയ്യുന്നതാണിത്, എങ്കിലും ഞാൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തന്നതാണ്. എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് പച്ചടി വെക്കുന്നതെന്ന് നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് കൂട്ടി ഇളക്കി എല്ലായിടും ഈ കടുക് താളിപ്പ് ചെല്ലത്തക്ക രീതിയിൽ നമുക്ക്